TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം ഏറെ വിവാദമായി മാറിയിരുന്നു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിരോധം തീർക്കുകയും ചെയ്തു. ഒടുവിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. എന്നാൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? അതാണ് ഏറെ വിചിത്രം. ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ TP കേസ് പ്രതികൾ ഉൾപ്പെട്ടതിലുണ്ടായ വീഴ്ചയുടെ പേരിലല്ല സസ്പെൻഷൻ. പകരം പ്രത്യേക ഇളവ് നൽകാനുള്ള തടവുകാരുടെ പട്ടിക മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനാണ് നടപടി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം സബ്മിഷൻ കൊണ്ടുവരുന്നതിന് തൊട്ടു മുമ്പാണ് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നത്. 3 പേരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തത്. പ്രതിപക്ഷത്തിൻ്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷാണ് മറുപടി നൽകിയത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി അർഹരായ തടവുകാർക്ക് 15 ദിവസം മുതൽ 1 വർഷം വരെ പ്രത്യേക ഇളവ് നൽകാനുള്ള പട്ടികയിൽ TP കേസ് പ്രതികളായ TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സജിത്ത് എന്നിവരുടെ പേരുകൾ ഉൾപ്പെട്ടിരുന്നു. ഈ പട്ടിക മാധ്യമങ്ങൾ പുറത്തുവിടുകയും അത് വിവാദമാവുകയും ചെയ്തിരുന്നു. എന്നാൽ അതീവ രഹസ്യമായി തയ്യാറാക്കിയ പട്ടിക എങ്ങനെയാണ് പുറത്തു പോയതെന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും അന്വേഷണം നടത്തി. ജയിൽ ഉദ്യോഗസ്ഥരിലൂടെയാണ് പട്ടിക ചോർന്നതെന്ന് മനസ്സിലാക്കിയാണ് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിറക്കിയത്. ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഇക്കാര്യത്തിൽ ജയിൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായെന്നും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നും നിയമസഭയിൽ മറുപടി നൽകിയ MB രാജേഷ് പറഞ്ഞിരുന്നു. ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ശിക്ഷാ ഇളവിനുള്ള പട്ടിക ആദ്യം തയ്യാറാക്കിയത് 2023 ജനുവരി 30-ന്. രണ്ടാമത് പട്ടിക തയ്യാറാക്കിയത് 2024 മെയ് 30-നും. ഇതിൽ ഏത് സമയത്താണ് TP കേസ് കുറ്റവാളികൾ പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന് വ്യക്തമാക്കാതെയാണ് ജൂൺ 1 മുതൽ മാത്രം താൽക്കാലിക ചുമതല നിർവഹിച്ച സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ തലയൂരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പട്ടിക തയ്യാറാക്കിയത്. പട്ടികയ്ക്കെതിരെ പ്രതിപക്ഷവും TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയും രംഗത്തെത്തി. ജൂൺ 3-ന് ആഭ്യന്തര വകുപ്പ് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 188 പേരുടെ പട്ടിക തയ്യാറാക്കി 13-ന് കമ്മീഷണർക്ക് കത്തയച്ചത്. 14 വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ചാൽ ജീവപര്യന്തക്കാരെ വിട്ടയക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. നിലവിൽ 10 വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികൾക്ക് 1 വർഷം ഇളവ് കൂടി ലഭിച്ചാൽ ഈ ആനുകൂല്യത്തിൽ നേരത്തെ പുറത്തിറങ്ങാനാകും. എന്നാൽ രജീഷും ഷാഫിയും സജിത്തും ഉൾപ്പെടെ 9 പ്രതികൾക്ക് 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഇളവ് അനുവദിക്കരുതെന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. രജീഷും ഷാഫിയും ഉൾപ്പെടെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിക്കുകയും ചെയ്തിരുന്നു. അഡീഷണൽ ലോ സെക്രട്ടറി ചെയർമാനും ആഭ്യന്തര അണ്ടർ സെക്രട്ടറി കൺവീനറും ജയിൽ DIG അംഗങ്ങളുമായ 2 പരിശോധനാ സമിതികളെയാണ് ശിക്ഷാ ഇളവ് പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജയിലിൽ നിന്ന് നൽകുന്ന പട്ടിക സമിതി പരിശോധന നടത്തിയാണ് അന്തിമമാക്കുന്നത്. പട്ടികയിൽ TP കേസിലെ പ്രതികളും ഉൾപ്പെട്ടത് തങ്ങൾ അറിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ വാദം. TP വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിനായി പോലീസ് KK രമ MLA മൊഴി രേഖപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി, ശ്രീജിത്ത്, മനോജ് എന്നിവർക്ക് വേണ്ടിയാണ് പോലീസ് മൊഴിയെടുത്തതെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. അതുവരെ ഒന്നും അറിയാത്ത മട്ടിലാണ് സർക്കാരും ജയിൽ വകുപ്പും കുറ്റം മുഴുവൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നീക്കം തുടങ്ങിയതെന്നാണ് ആരോപണം. തിങ്കളാഴ്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ മറുപടി പറയാനൊന്നുമില്ലാത്തതിനാൽ ചർച്ചയ്ക്കെടുക്കാതെ സർക്കാർ തലയൂരി. വിടാതെ പിന്തുടർന്ന പ്രതിപക്ഷം ഇന്നലെ വീണ്ടും സബ്മിഷനായി വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചതോടെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നത്.